പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി പറയാണ് അവരെ അടിച്ചൊതുക്കിയത് രണ്ടാണോ ഒരു പെണ്ണും കൂടെ ചേർന്നാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അന്തോന് ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, നിനക്ക് ആരെയും സംശയം ഞങ്ങളെയാണോ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ സംശയിക്കണല്ലോ. അപ്പോൾ രണ്ടാണും അതുപോലെ തന്നെ ഒരു പെണ്ണും കൂടി ചേർന്നാണ് അടിച്ചതെങ്കിലും ആ പെണ്ണായിരുന്നു അവരെ നന്നായിട്ട് അടിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹെൽമെറ്റും ധരിച്ചിരുന്നു എന്ന് പറഞ്ഞു പറയട്ടോ. അപ്പൊ എനിക്ക് അവരെ തന്നെയാണ് സംശയം എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അന്തോന് ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ട് കൂടി ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും എനിക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ നന്ദു പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അവരെന്നെയാണ് അടിച്ചതെന്നുള്ള കാര്യം നന്ദു പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, ഒന്നും മറച്ചു വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനി അത് നന്നായി തന്നെയാണ് കേട്ടോ പറയുന്നത്, അവർക്ക് എന്തായാലും അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മായിച്ചനും ഇങ്ങനെ അടി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അനി പറയുന്നുണ്ടായിരുന്നു, ഇന്ന് കുറച്ച് ഹെവി ആയിക്കോട്ടെ, ഇന്നത്തെ ചെലവിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ അമ്മായിച്ചനും അമ്മായിമ്മയ്ക്കും ഇങ്ങനെ അടി കിട്ടിയോണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ അനാമികേനെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, പിന്നെ അവളുടെ അച്ഛനെ അമ്മേനെ ഞാൻ അമ്മായിയമ്മയും അമ്മായിയച്ഛനുമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല എന്ന് അനി പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് പോലീസ് കേസ് ആവുമോ എന്നുള്ളൊരു പേടിയും കൂടെ അവർക്കുണ്ട്. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്തും പോലീസ് കേസ് ആവുകയാണെങ്കിൽ അങ്ങ് കേസാവട്ടെ, അപ്പം ഞങ്ങൾക്കും പറയാനുണ്ട് പല കാര്യങ്ങളും, അനാമിക അവളുടെ അമ്മയും കൂടെ ഇത് മാത്രമൊന്നല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറയൂട്ടോ. അപ്പോൾ അനിയനോട് നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സിനോട് ഒന്നും പറയണ്ട എന്നുള്ളതിൽ കണ്ണിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കേ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇവളുടെ ചേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാല് കുടിച്ച് നിന്റെ വല്യമ്മ ഹോസ്പിറ്റലായ കാര്യമൊക്കെ നിനക്ക് അറിയാലോ, അപ്പൊ അതിന്റെ പിന്നിലും അവളാണോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ആ സംശയം എനിക്കുള്ളതാണല്ലോ. അപ്പൊ അനി അത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ടത് കൊടുത്തല്ലോ. എനിക്കാണെങ്കിലും നല്ല സന്തോഷമാണ് കേട്ടോ. പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ പുറമേയുള്ള പരിക്കിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഉള്ളിലായിരിക്കും പരിക്കുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എനിക്ക് നല്ല സന്തോഷമാണ് അവർക്ക് അടി കിട്ടിയാൽ. അപ്പൊ എന്തായാലും അനാമികേനെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നന്ദുവിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ നന്ദുവിന് അത് കേൾക്കുമ്പോൾ ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. എനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നൈനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ, അനാമികയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ അടി കിട്ടിയ കാര്യമൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് കേട്ടോ. ഇരുട്ടടി കിട്ടിയെന്ന് പറയാണ്, അവരെങ്ങനെ വീട് കയറി ആക്രമിച്ചു എന്ന് പറയട്ടെ. അപ്പൊ അത് ആരാന്നിങ്ങനെ നൈന ചോദിക്കുന്ന സമയത്ത് അത് കളരിയും കരാട്ടയൊക്കെ പഠിച്ച ഒരാളാണെന്ന് പറയുമ്പോൾ എന്തായാലും നൈനയ്ക്ക് മനസ്സിലായത് നന്ദു ആണെന്ന്. അപ്പോൾ നന്ദു ആണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ആരാ, അവളോട് ഞാൻ ഇന്നലെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നത് ഞാൻ കണ്ടു, അവരുടെ വീട് കയറി ആക്രമിക്കുന്നു, അതുപോലെ തന്നെ അവൾ ചെയ്തു എന്ന് പറയുമ്പോൾ ചേച്ചി ഇനി അവളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തിളപ്പിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇങ്ങനെ എന്നെ അനാമിക വീട്ടിൽ ഇങ്ങനെ കയറി തള്ളിയിട്ടേൻ്റെ ആ ഒരു ഇത് തീർന്നിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോൾ ആ ദേഷ്യം എനിക്കും ഉണ്ട് എന്ന് നവ്യം പറയുന്നുണ്ടായിരുന്നു. അതുപോലെയല്ലേ നീ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കല്ലേ, അതുപോലെയല്ലേ അവൾ നിന്നോട് ചെയ്തതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ആ ദേഷ്യം എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവളുടെ അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഹോസ്പിറ്റലാണോ എന്നൊക്കെ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അറിയില്ല എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പോലീസ് കേസ് എങ്ങാനോ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ്, അവർ കേസ് കൊടുത്താൽ നമ്മൾ തിരിച്ചു അങ്ങ് കേസ് കൊടുക്കും, നിന്റെ അമ്മായിമ്മേനെ കൊണ്ട് തന്നെ അത് കൊടുപ്പിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മളായിട്ട് ഒന്നിനും അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമികയുടെ അച്ഛനെയും അമ്മേനെയും കാണാൻ പോയാലോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പം നൈന പറയും, അതൊന്നും വേണ്ട, മറ്റുള്ളവരുടെ സങ്കടം കണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല എന്ന് പറയുമ്പോൾ നവ്യയ്ക്കാണെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അതൊക്കെ പറഞ്ഞ് നൈന അവിടെ നിന്ന് അങ്ങ് പോവാണ്. എന്തായാലും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അനാമികയുടെ അച്ഛനെയും അമ്മേനെയും നന്ദു അടിച്ചിട്ടതിൽ. അപ്പോൾ അതാണെങ്കിൽ നവ്യയുടെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ നയനയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതും അതങ്ങ് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജയനെയാണ് കാണിക്കുന്നത്. ജയൻ എന്തൊക്കെയോ ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവ്യാനി അവിടേക്ക് വന്നിട്ട് പറയാണ്, എനിക്ക് ഈ വീടിനുള്ളിൽ സ്വസ്ഥമായിട്ടൊന്ന് നടക്കണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് അവളുടെ മുഖം എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയട്ടെ. അപ്പോൾ ആരുടെ ചോദിക്കുമ്പോൾ നയനയുടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ തന്നെയല്ലേ അവളെ വിളിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ജയൻ ചോദിക്കുമ്പോൾ അത് ആദർശിൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഞാനിങ്ങനെ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, അവനാണെങ്കിൽ ഉറക്കമില്ലാതെയും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊക്കെ നടക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. എൻ്റെ ഒപ്പം അവളെ അടുക്കളയിൽ കയറുന്നൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അവളോട് കയറണ്ടെന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നയന ഇല്ലാഞ്ഞാൽ ആദർശ് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു വിചാരിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്തൊക്കെയോ ഒന്ന് കഴിച്ചു എന്ന് വരുത്തുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ നീ തന്നെ അല്ലേ ഇപ്പോൾ അടുക്കളയിൽ കയറി പാചകം എല്ലാം ചെയ്യുന്നത്, അപ്പോൾ നയനേനെ അങ്ങോട്ട് കയറ്റാതിരുന്നാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അവൾ ഇങ്ങനെ കേൾക്കൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ജയൻ ചോദിക്കുമ്പോഴാണ് കേട്ടോ ദേവയാനി പറയുന്നത്, നയനേനെ എങ്ങനെയെങ്കിലും ആദർശിൻ്റെ കൂടെ കമ്പനിയിലേക്ക് വിടണം. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് കേട്ടോ ദേവയാനി എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അവളും ആദർശ് ഇങ്ങനെ
ഇങ്ങനെ പോകുമ്പോൾ അവൻ്റെ കൂടെ പോയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജയൻ ചോദിക്കുകയാണ് എങ്ങോട്ട് എന്ന്. അപ്പം നമ്മുടെ മോനെ എങ്ങോട്ടാ പോകുന്നത്, അങ്ങോട്ട് തന്നെ എന്ന് പറയും കേട്ടോ. അവളിങ്ങനെ വലിയ ഡിസൈനർ ആണെന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനായിട്ട് അവളെ ഇങ്ങനെ ഇവിടെ തളച്ചിട്ടു എന്ന് വേണ്ട, അവളും ഇങ്ങനെ അവൻ്റെ കൂടെ പോയിക്കോട്ടെ, അവൾ ഇങ്ങനെ എന്താന്ന് വെച്ചാൽ വരച്ചോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് നല്ല പേരെടുത്തോട്ടെ എന്നൊക്കെ പറയൂ കേട്ടോ. പുള്ളിയിൽ നല്ല സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെയാണ് കേട്ടോ ജയനോട് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ജയനാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നീ ഇത് അങ്ങനെ നിന്റെ മോനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ജയേട്ടൻ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ജയനാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ് നീ പറഞ്ഞേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതാവുമ്പോൾ ഇങ്ങനെ എനിക്ക് പകൽ അവളെ കാണണ്ടല്ലോ, ഇനിയിപ്പോൾ അവൾ ഇങ്ങനെ ആദർശിൻ്റെ കൂടെയല്ലേ തിരിച്ചു വരുള്ളൂ, അതുകൊണ്ട് പകൽ മുഴുവൻ അവളുടെ മുഖം കാണാതെ ഇരിക്കാലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ നല്ലൊരു തീരുമാനമാണ് ദേവയാനി നീ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയനോട് എന്തായാലും ആദർശിനോട് അങ്ങനെ കാര്യം പറയുമ്പോൾ ജയനാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ദേവേനയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. ദേവയാനിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നയന നല്ല കഴിവുള്ള കുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ആദർശ് ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന അവിടേക്ക് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുണ്ട് എന്ന് പറയുമ്പോൾ നീ എൻ്റെ വാ പൊള്ളിക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വായൊക്കെ പൊള്ളട്ടെ, അതുപോലെയാണല്ലോ കയ്യിലിരിപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് ജയൻ വന്നിട്ട് ഈ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നീ ഇങ്ങനെ ഓഫീസിലേക്ക് പോകുമ്പോൾ നിന്റെ ഭാര്യേനെയും കൂട്ടി പോയിക്കോ, ഇങ്ങനെ മോളെ അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് ഇങ്ങനെ നിയമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇത് അച്ഛൻ്റെ മാത്രം തീരുമാനമാണോ അതോ അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്റെ അമ്മ എടുത്ത തീരുമാനം തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നയനയ്ക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവേനെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയേട്ടൻ ഇവരോട് കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും അങ്ങനെ ദേവേനോട് അതിങ്ങനെ സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഇനിയിപ്പോൾ നിന്റെ ഒപ്പം ഇവളും കൂടെ വന്നോട്ടെ, അതാവുമ്പോൾ എനിക്ക് പകല് ഇവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ടാണോ അമ്മ ഇങ്ങനെ അവളെൻ്റെ കൂടെ കമ്പനിയിലേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇവള് വലിയ ഡിസൈനർ ആണെന്നൊക്കെ അല്ലേ പറയുന്നതും, ഇവള് കമ്പനിക്ക് എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളവളെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിനുള്ളിൽ തളച്ചിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയാണ്. അപ്പം എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നയനയ്ക്ക് ഇങ്ങനെ പോകാൻ വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നയന അതുകൊണ്ട് തന്നെ എന്തോ അങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ചെയ്യാൻ അതങ്ങ് തടയാണ്. അത് പിന്നെ ഇല്ല, നല്ലൊരു കാര്യം പറയുമ്പോൾ രണ്ടാളും അങ്ങ് പോകാൻ നോക്കുന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോഴേക്കും ജലജ അവിടേക്ക് വരികയാണ്. അപ്പോൾ ദേവയാനി ആണെങ്കിലും ജലജനോട് പറയുന്നുണ്ടായിരുന്നു ഇനി വീട്ടിലെ അടുക്കള ജോലിയല്ല ഞാനാണ് ചെയ്യുന്നത്, നീയും ജാനകിയും കൂടെ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയാണ്. പിന്നെ ഇവൾക്ക് ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവളെങ്ങനെ കമ്പനിയിലേക്ക് ആദർശിൻ്റെ കൂടെ പോയിക്കോട്ടെ എന്നാണ് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. അതാവുമ്പോൾ ഇവളുടെ മുഖം എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും വേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെ ശരിയാവും, അനന്തപുരിയിലെ പെണ്ണുങ്ങളാരും പുറത്തു പോയി അങ്ങ് ജോലി ചെയ്യാറില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജയനാണെങ്കിലും പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു മോള് പുറത്തല്ലല്ലോ ജോലിക്ക് പോകുന്നത്, നമ്മുടെ കമ്പനി തന്നെ അല്ലേ എന്ന് പറയൂട്ടോ. അപ്പോൾ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും ജലജ പറയാണ്. അപ്പം എന്തായാലും ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നീട് അവരോട് പോയിട്ട് റെഡി ആവാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശൻ അതിനി അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കുപ്പത്തൊട്ടിയിൽ കിടന്നവൾക്ക് ഇങ്ങനെ ലോട്ടറി അടിച്ച പോലെ ആയല്ലോ എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത്, ആരാ കുപ്പത്തൊട്ടിയിൽ കിടന്നത്, മോള് ഇതിനു മുന്നേ ഒരു സ്ഥാപനം നടത്തിയിരുന്നത് തന്നെയായിരുന്നു എന്ന് പറയൂട്ടോ. അതുപോലെ തന്നെ നൈനിയാണെങ്കിൽ ഡിസൈനൊക്കെ വരച്ചിട്ട് ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്താണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും പിന്നെ ഒന്നും അങ്ങ് പറയാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ജലജ നേരെ അബിയുടെ റൂമിലേക്കാണ് വരുന്നത്. അബിയാണെങ്കിലും നല്ല ഉറക്കമായിരിക്കും, അവിടുന്ന് അടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു മെയിൻ ഡിസൈനർ വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അത് ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അബിയാണെങ്കിലും എണീക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബിയുടെ മനസ്സിലാണെങ്കിലും എന്നാൽ പിന്നെ വേഗം ഇന്ന് തന്നെ അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം എന്നൊക്കെയാണ് അബിയുടെ മനസ്സിൽ ഇങ്ങനെ അബി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കരുതിയായി പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബിനെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കാണെങ്കിലും 3 ബ്രാഞ്ച് കൊടുത്തു, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നൈനയ്ക്കും അവിടെ മെയിൻ ഡിസൈനറായിട്ട് ജോലിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ നൈനയാണ് എന്ന് അത് പറയുന്നില്ല കേട്ടോ അബിനോട്, പെട്ടെന്നൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ മാത്രമാണ് ഇപ്പം ഇങ്ങനെ കൂലിക്കാരനായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് നീ നന്നായിട്ട് അങ്ങ് കിടന്നുറങ്ങിക്കോ, ബുദ്ധി വികസിക്കാത്തവർ കൂടുതൽ സമയം ഉറങ്ങും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയൂട്ടോ. അപ്പൊ എന്തായാലും അബി ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഇവിടുത്തെ മൂത്ത മരുമോൾ തന്നെയാണ് അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് ഇങ്ങനെ ജോലിയിൽ കയറാൻ പോകുന്നതെന്ന് പറയൂട്ടോ.
അപ്പോൾ അബിക്കാണെങ്കിലും അത് വലിയൊരു ഞെട്ടലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് അമ്മായി സമ്മതിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ അമ്മായി സമ്മതിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ അവള് പോകുന്നതെന്ന് പറയും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, ഈ നൈന എന്ന് പറയുന്നവളെ സ്വർണം ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല ജീവിതം ഡിസൈൻ ചെയ്യാൻ പഠിച്ചവൾ തന്നെയാണ്. ഇനിയിപ്പോൾ ആദർശിന്റെ ഒപ്പം തന്നെ അവൾ എത്തും എന്ന് പറയാണ് കേട്ടോ. കമ്പനിയുടെ തലപ്പത്ത് മാത്രമല്ല ഈ തറവാടിന്റെ തലപ്പത്തും അവളും ആദർശം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. അബീനെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശ് ഇങ്ങനെ നവ്യനെ കല്യാണം കഴിക്കാനിരുന്നപ്പോൾ അങ്ങനെ ഏട്ടൻ കണ്ടെത്തിയ പെണ്ണിനെ അടിച്ചു മാറ്റിയതോടുകൂടി അവിടുന്ന് തുടങ്ങിയതാണ് നിന്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആദർശും നൈനയും പറയുന്നൊക്കെ കേട്ട് നമ്മളിവിടെ കഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് കേട്ടോ ജലജ പോകുന്നത്. എല്ലാം കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ അബിക്കും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. ആ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാണ് അബി. പിന്നെ അനാമികയ്ക്കാണെങ്കിലും അനാമികയുടെ അമ്മ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനാമിക പറയും ഇതിപ്പോൾ കുടിച്ചാലേ ഇറങ്ങില്ല എന്ന് പറയട്ടെ. അപ്പോൾ എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നൈന ഇങ്ങനെ മെയിൻ ഡിസൈനറായിട്ട് കമ്പനിയിൽ ഇങ്ങനെ ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജാനകി വിളിച്ച് പറഞ്ഞിട്ട് അനാമിക ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് അവൻ്റെ ഏട്ടനാണെങ്കിൽ. എന്നിട്ടും ഇങ്ങനെ അവൻ എന്നെ ഇങ്ങനെ കമ്പനിയിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല, എനിക്കൊരു ജോലി അവിടെ തന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ആ സമയത്താണ് ഇപ്പോൾ നൈന ഇങ്ങനെ അവിടെ മെയിൻ ഡിസൈനറായിട്ട് ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ എങ്ങനെ സംഭവിച്ചു, അമ്മായിമ്മ അതിന് സമ്മതിച്ചോ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ദേവയാനി നൈനേനെ വിളിച്ചു കൊണ്ടുവരും എന്നുള്ളത്. പക്ഷേ അതൊക്കെ സംഭവിച്ചല്ലോ. ഇപ്പോൾ അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അവർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, അനാമയ്ക്കാണെങ്കിലും ഉണ്ട്. അവരെന്നെയാണ് ഇങ്ങനെ നൈന അങ്ങനെ കമ്പനിയിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതെന്ന് എൻ്റെ അമ്മായിമ്മ പറഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നീയും ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം, നിനക്കും അവിടെ ഒരു ജോലി വേണമെന്ന് എന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്ക് MBA ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനാമികയാണെങ്കിലും. അപ്പം നൈനയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ വരയ്ക്കാൻ അറിയാലോ, അങ്ങനെ അവൾ കാരണം കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായതാണല്ലോ എന്നൊക്കെ വേണു പറയുകയാണ് കേട്ടോ. അപ്പം എന്തായാലും എനിക്കാണെങ്കിലും അനാമികേനോട് ഒരു സ്നേഹമില്ലല്ലോ, അപ്പം അതിൻ്റെ കാരണമൊക്കെ അനാമിക തന്നെയാണെന്നാണ് കേട്ടോ വേണു പറയുന്നത്. അതിന് നിന്നെ പറ്റാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിനെ ആദ്യം നൈനയോട് ഭയങ്കര വെറുപ്പായിരുന്നല്ലോ. അപ്പോൾ ആ വെറുപ്പൊക്കെ ഇങ്ങനെ നൈന മാറ്റിയെടുത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ്, അവൾ മിടുക്കിയാണെന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മിടുക്ക് നിനക്കില്ലാതെ പോയി എന്നൊക്കെ അനാമികേനോട് പറയുമ്പോൾ എല്ലാം അച്ഛൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, അച്ഛൻ കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേണുവിനെയും തിരിച്ച് കുറ്റപ്പെടുത്താണ്. അനീനെ സ്നേഹിക്കാനൊന്നും അനാമികേനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, അപ്പോൾ അതിനാണ് കേട്ടോ വേണു ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് കാരണം നീ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കമ്പനിയിലെ മെയിൻ ഡിസൈനറുടെ അനിയത്തിനെ അവൻ വിളിച്ചുകൊണ്ട് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്. നിനക്കെന്താ അനീനെ ഒന്ന് സ്നേഹിച്ചാൽ നീ എന്തിനാ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അനാമികയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് വേരുറച്ച് പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ അവളിങ്ങനെ കമ്പനിയിലേക്ക് എന്നും രാവിലെ പോകുന്നതും കൂടെ ഞാൻ കാണേണ്ടി വരും എന്നൊക്കെ പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, മോളെന്നും അവിടെ കഴിയാൻ വേണ്ടിയിട്ടല്ലല്ലോ അങ്ങോട്ട് പോയത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ഇറങ്ങി പോരുന്നതിന് മുന്നേ നമുക്ക് കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പം അനാമയ്ക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ. എന്നിട്ടാണെങ്കിലും എന്തായാലും ഇപ്പോൾ മോള് ചായ കുടിക്കുകയെന്ന് പറയുമ്പോൾ ആ ചായ എടുക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലേ മനസ്സും ശരീരമൊക്കെ ചൂട് പിടിച്ചിരിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു ചൂടുള്ള ചായ, എന്നാ കുടിച്ചു പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോകട്ടോ. അപ്പോൾ വേണുവാണെങ്കിലും രേവതിയാണെങ്കിലും ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പിന്നീട് നൈനയും ആദർശം കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആഹാ നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനർ ഇതാ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നൈനേനെ ഇതാക്കി പറയുകയാണ്. അപ്പോൾ എന്തായാലും അവരിങ്ങനെ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നാണല്ലോ. അപ്പോൾ ദേവയാനി എടുത്തത് നല്ലൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് പലപ്പോഴും മോളെ അവിടെ ഇങ്ങനെ മെയിൻ ഡിസൈനറായിട്ട് ഇങ്ങനെ നിയമിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദേവയാനിക്ക് സമ്മർദ്ദമാവെന്ന് വിചാരിച്ചിട്ടാണ് അതിങ്ങനെ നിർബന്ധിച്ച് പറയാതിരുന്നത്. എന്തായാലും അത് ഇന്നിപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ആദർശിനോട് പറയാണ്, മോള് വരയ്ക്കുന്ന ഡിസൈനിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനർ ആരാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ അവരോട് പറഞ്ഞ ഒരേ ഒരു ഉത്തരം, ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വില പേശേണ്ട, നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനർ പുറത്ത് പോവില്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പിന്നെ എന്തായാലും മോള് നന്നായിട്ട് ഡിസൈനൊക്കെ വരച്ചിട്ട് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നൈനയ്ക്ക് ഇങ്ങനെ സാലറി കൊടുക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആദർശാണെങ്കിലും. അപ്പോൾ നൈന സാലറി ഒന്നും വേണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോള് ചെയ്യുന്ന ജോലിക്ക് എന്തായാലും കൂലി വാങ്ങിച്ചിരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പണത്തിനോട് അർത്ഥമില്ലാത്ത ആളൊന്നല്ല എന്ന് പറയുമ്പോൾ നൈന ചോദിക്കുകയാണ്, അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അന്നിങ്ങനെ വിഘ്നേശ്വരനെ മോടി പിടിപ്പിച്ചിട്ട് നൈന ഇങ്ങനെ വില പേശി ഇങ്ങനെ എന്തായാലും
പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അന്നിങ്ങനെ അച്ഛനിങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം വന്നാൽ ഇങ്ങനെ വില പേശി പണം വാങ്ങാനൊക്കെ അറിയാലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയനിയാണെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ദേവയാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയും എന്തായാലും മോളെങ്ങനെ കമ്പനിയിലേക്ക് വിടാൻ മനസ്സ് കാണിച്ച മോളുടെ അമ്മായിയമ്മയുടെ അനുഗ്രഹം കൂടെ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ നയനിയാണെങ്കിലും ദേവയാനിയുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കാലിൽ തൊട്ടിങ്ങനെ വന്നിച്ച് ഇങ്ങനെ തൊട്ട് നെറുകിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനിയാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സന്തോഷമാണല്ലോ മനസ്സിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അനുഗ്രഹിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തായാലും അത് കാണാം.